വിഷ്വൽ കൺസിസ്റ്റൻസി ഡിസൈൻ ഫണ്ടമെൻ്റൽസിലെ ഒരു പ്രധാനപ്പെട്ട കോർ ഫാക്ടറാണ്. ലോകത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബ്രാൻഡുകളുടെ ബ്രാൻഡ് കൊളാട്രൽസ്, ആഡുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, ഡിസൈൻ കണ്ടിന്യൂറ്റി ആവശ്യമുള്ള എൻ്റർ ഡിസൈൻ പ്രോജക്റ്റുകൾക്കകത്തും ആസ് എ ഡിസൈനർ എന്നുള്ള നിലക്ക് നമ്മളൊക്കെ ഇത് ഫോളോ ചെയ്യാറുണ്ട്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ ഈ എഡിറ്റോറിയൽ ഡിസൈനിങ്ങിലും, പ്രത്യേകിച്ച് നിങ്ങളൊരു 100-200 പേജൊക്കെയുള്ള ഒരു ലാർജ് ഡോക്യുമെൻറ്റ് ലേഔട്ട് ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ബ്രോഷേഴ്സുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് വരെയുള്ള ആ ഒരു ഡിസൈൻ ജേണിക്ക് നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസി പലയിടത്തായിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. അതിന് ഇൻഡിസൈനകത്ത് നമ്മെ ഹെൽപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടൂളാണ് ഈ സ്റ്റൈൽസുകൾ എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പാരഗ്രാഫ് സ്റ്റൈൽസിനെ കുറിച്ചിട്ടും അതുപോലെ ക്യാരക്ടർ സ്റ്റൈൽസിനെ കുറിച്ചിട്ടൊക്കെ ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പാരഗ്രാഫ് സ്റ്റൈലിനെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനകത്ത് മറ്റൊരു സ്റ്റൈൽ കൂടിയുണ്ട്, ഒബ്ജക്റ്റ് സ്റ്റൈൽ. ഇതെങ്ങനെയാണ് നമ്മുടെ ഡിസൈൻ വർക്ക് ഫ്ലോനെയും ഡിസൈൻ പെർഫെക്ഷനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ ചെയറിൻ്റെ ഒരു കാറ്റലോഗാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ 4ഓളം ഐറ്റംസുകളുണ്ട്. ആദ്യം എനിക്ക് വേണ്ട ഒരു ചെയർ ഞാനിവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ എനിക്ക് വേണ്ട രൂപത്തിലുള്ള ഡിസൈൻ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് കളർ ഫില്ല് ചെയ്യുന്നു, വൈറ്റ് കളർ ഫില്ല് ചെയ്യുന്നു. ഇതിൻ്റെ എഡ്ജുകളൊക്കെ കുറച്ച് കേവ് ആക്കുന്നു. പിന്നെ ഇതിനൊരു സ്ട്രോക്ക്, ഒരു 0.8 സ്ട്രോക്ക് ആഡ് ചെയ്യുന്നു. ആ സ്ട്രോക്കിന് ബ്ലാക്ക് കളറ്, അതിൻ്റെ ടിൻറ്റ് ഒരു 17% ടിൻറ്റ് കൊടുത്ത് ഇങ്ങനെ ഒരു വൈറ്റ് ബോക്സ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ഈ വൈറ്റ് ബോക്സിനകത്താണ് നമ്മുടെ ചെയർസിൻ്റെ ഫോട്ടോസൊക്കെ വരുന്നത്. ഇനി ഈ ഷേപ്പിനെ ഞാനൊരു ഒബ്ജക്റ്റ് സ്റ്റൈലായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ആദ്യം വിൻഡോസിൽ പോയാൽ സ്റ്റൈൽസ്, ഒബ്ജക്റ്റ് സ്റ്റൈൽസ്, ഈ പാനൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഷേപ്പ് സെലക്ട് ചെയ്യുന്നു, പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത ഷേപ്പിൻ്റെ എല്ലാ ആട്രിബ്യൂട്ട്സുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. ഞാനൊരു കേർവ്ഡ് വൈറ്റ് ഷേപ്പ് എന്ന് റീനെയിം ചെയ്യുന്നു. ഇതിൻ്റെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിസൈനിലൊരു ഷേപ്പിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഷേപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. ഒന്നിപ്പോൾ ഈ ഫില്ല് ഓക്കെയാണ്, വൈറ്റ് കളറിൽ ഫില്ല് ചെയ്യുന്നു. സ്ട്രോക്കും എനിക്ക് വേണം, അതിൻ്റെ ടിൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിനോട് കൂടെ തന്നെ ഇതിൻ്റെ സൈസും കൂടെ എനിക്ക് എന്ത് ചെയ്യണം, സ്റ്റൈലായിട്ട് ക്രിയേറ്റ് ചെയ്യണം. കാരണം എനിക്ക് ബാക്കിയുള്ള എല്ലാ ചെയറുകൾക്കും ഇതേ സൈസാണ് കിട്ടേണ്ടത്. ആ ഒരു കൺസിസ്റ്റൻസി ഫീൽ ചെയ്യണമെങ്കിൽ എനിക്ക് ഇതേ സൈസ് കിട്ടണം. അപ്പോൾ ഞാൻ സൈസ് ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ കോളത്തിൽ വന്നിട്ട് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഇത് രണ്ടും എനിക്ക് ഒരുപോലെ ആവണം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഓക്കെ അടിച്ചു. ഈ ഒരു സ്റ്റൈൽ സേവ് ചെയ്തു. ഇനി ഈ പോർഷൻസിലേക്കൊക്കെ വെക്കാനുള്ള ചെയർ ഞാൻ ഫോൾഡറിൽ പോയിട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. ഈ 3 ഇമേജുകളും ഞാൻ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഒബ്ജക്റ്റ് സ്റ്റൈലിൻ്റെ പാനലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റൈൽ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുന്നു. യെസ്, ഇപ്പോൾ നമ്മൾ ഒന്നാമത് ക്രിയേറ്റ് ചെയ്ത ആ സെയിം ഇമേജിൻ്റെ അതേ സ്റ്റൈലും അതേ സൈസും അതേ സ്ട്രോക്ക് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഷേപ്പിലേക്ക് ഈ എല്ലാ 3 ഇമേജുകളും വന്നിട്ടുണ്ട്. ഇനി ഇവകളൊന്ന് അലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയി.